ഏറ്റവും പ്രധാനപ്പെട്ട വിലയേറിയ പാർട്ടികളായി ഇപ്പോൾ JDU-യും ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പാർട്ടികളും കൃത്യമായ വിലപേശൽ നടത്തിയെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവാണ് പരസ്യമായി പ്രതികരിച്ചത്, ഞാൻ NDA-ക്കൊപ്പം തന്നെയാണ് എന്ന്. ആ പ്രതികരണം ഇന്നലെ തന്നെ ലഭിച്ച ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിതീഷ് കുമാർ ആകട്ടെ പറഞ്ഞത് സർക്കാർ രൂപീകരിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഏത് സർക്കാർ എന്ന് പറഞ്ഞിട്ടില്ല. നിതീഷും തേജസ്വിയും ഒരേ വിമാനത്തിലാണ് ഡൽഹിക്ക് എത്തിയിട്ടുള്ളതെന്ന് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിതീഷ് കുമാർ ആ തരത്തിൽ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല എന്തൊക്കെ ഉറപ്പുകൾ എന്നറിയില്ല. 5 മന്ത്രിമാർ എന്നടക്കമുള്ള കാര്യങ്ങൾ കേൾക്കുന്നു. അപ്പുറത്ത് പുറത്തേക്ക് വന്നിരിക്കുന്ന ചന്ദ്രബാബു നായിഡു സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ ചന്ദ്രബാബു നായിഡു നേരത്തെ സർക്കാർ രൂപീകരണ ഘട്ടത്തിലൊക്കെ വലിയ വാഗ്ദാനങ്ങൾ ആന്ധ്രയ്ക്ക് നൽകിയിരുന്നു. അപ്പോൾ വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ ആന്ധ്ര നേരിടുന്നുമുണ്ട്. അപ്പോൾ ആ വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ള സാമ്പത്തിക സഹായം കൃത്യമായി കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതടക്കമുള്ള ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നറിയുന്നു. ചന്ദ്രബാബു നായിഡുവിനെ നേരത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതാണ് BJP എന്നുള്ള കാര്യം അറിയാം. അതാണ് ഉദ്ധവ് താക്കറെ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ, മുൻപുണ്ടായ അനുഭവം ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ ഉദ്ധവ് പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ പ്രായോഗികമായി ഇവിടെ നിൽക്കുകയാണ് നല്ലത് എന്നുള്ളതുകൊണ്ട് ചന്ദ്രബാബു നായിഡു NDA-ക്കൊപ്പം നിൽക്കാനാണ് സാധ്യത. നിതീഷും ചന്ദ്രബാബു നായിഡുവിനെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇപ്പുറത്ത് ഒരു സർക്കാർ രൂപീകരിക്കുക എന്നുള്ള ആലോചനയിലേക്ക് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യം പോകുമെന്ന് കരുതാൻ വയ്യ. നിതീഷ് ഒരു തവണ പറ്റിച്ചു പോയതാണ്. മാത്രമല്ല ഇപ്പോഴുള്ള സഖ്യം എന്നുള്ളത് ഉറച്ചു നിൽക്കുന്നവരാണ്, മര്യാദ ഇതുവരെ കാണിച്ചിട്ടുള്ളവരാണ്. അപ്പുറത്ത് ഇങ്ങനെ രാഷ്ട്രീയ മര്യാദയില്ലാത്തവരെ കുറിച്ച്, കാരണം ഇപ്പോൾ ഒരു പേരുണ്ട് ഇന്ത്യ മുന്നണിക്ക്. ആ പേര് നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് പോകുന്നതിനപ്പുറം നല്ലൊരു പ്രതിപക്ഷ മുന്നണിയായി നിൽക്കുന്നതായിരിക്കും. അതിലും കോൺഗ്രസിനൊരു കൃത്യമായ വോയിസ് ഉണ്ട്. കോൺഗ്രസിൻ്റെ പ്രതികരണങ്ങൾ കണ്ടല്ലോ, സോണിയുടെ ആയാലും രാഹുലിൻ്റെതായാലും പ്രിയങ്കയുടേതായാലും എല്ലാം ആലോചിച്ചു ഒരുമിച്ച് തീരുമാനിക്കുകയുള്ളൂ. മുന്നണിയോട് ചോദിക്കട്ടെ, എല്ലാവരോടും ചോദിക്കട്ടെ. ആ ഒരു മര്യാദ ഒരു വാർത്താ സമ്മേളനത്തിലടക്കം ഇന്നലെ രാഹുൽ അത് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇനി അങ്ങോട്ട് കീപ്പ് ചെയ്യുകയും ഇപ്പോൾ സീതാറാം യെച്ചൂരിയാണ് ഇപ്പോൾ ചർച്ചകൾക്കൊക്കെ നേതൃത്വം വഹിക്കുന്ന. പഴയ കാലം ഓർക്കുക, UPA കാലം അല്ലേ അത്. അപ്പോൾ CPM-ന് അങ്ങനെ ഒരു പ്രാധാന്യം വന്നത്. CPM-ന് ആ പ്രാധാന്യം എന്ന് പറയുന്നത് CPM-ന് മാത്രമല്ല, ഇടത് പാർട്ടികൾ ശക്തിപ്പെടുന്നു. 9 പാർട്ടികൾക്കാണ് ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇടതിൻ്റെ കൂടി ഒരു ഇടനിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നൊരു UPA കാലത്തെ ഒരു അവസ്ഥ, പക്ഷേ പ്രതിപക്ഷത്തായിരിക്കുമെന്ന് മാത്രം. അങ്ങനെ ഒരു രീതിക്കാണ് സാധ്യത നിലവിലുള്ളത്.